ഹലോ, എല്ലാവർക്കും ഗണേശ ചതുർത്ഥി ആശംസകൾ കേട്ടോ. നമ്മൾ നേരെ തന്നെ ടോട്ടോ എടുത്ത് നമ്മൾ ഗണേശ് മന്ദിറിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പകുതി വഴി എത്തിയപ്പോഴത്തേക്കും പിന്നെ വണ്ടി അങ്ങോട്ട് വിടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ച് നടന്നു പോകുന്നത് നല്ല അടിപൊളിയാണ്. ഈ ലൈറ്റും നിറച്ച ആളുകളൊക്കെ ഉള്ളപ്പോൾ നടന്നു പോകുമ്പോൾ നമുക്ക് അങ്ങനെ ദൂരെ വലുതായിട്ട് അങ്ങനെ അറിയില്ലല്ലോ. നല്ലതായിട്ട് നടന്ന് അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ സൈഡിൽ ഫുള്ള് കടകളാണ് കേട്ടോ. കാണാനൊക്കെ അടിപൊളി ടോയ്സും എല്ലാം ഉണ്ട്. നമ്മൾ പിന്നെ വെറൈറ്റി ആയിട്ട് കേരള സ്റ്റൈലിൽ ഇറങ്ങിക്കൊണ്ട് എല്ലാവരും നമ്മളായിരുന്നു കേട്ടോ ഇങ്ങനെ അതിശയത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ സെറ്റിൻ്റെ ഒരു ചുരിദാർ ഇട്ടത് കൊണ്ട് എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അവിടെ ആർക്കും അങ്ങനെ ഇതൊന്നുമില്ല. അവരെല്ലാം നല്ല മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് തന്നെയാണ് ക്ഷേത്രത്തിലോട്ട് വരുന്നത്. ഇതാണ് നമ്മൾ കയറിപ്പോണ അമ്പലം കേട്ടോ. കയറിപ്പോയത് ഉടനെ തന്നെ എൻട്രൻസ് അടിപൊളിയായിരുന്നു. അവിടെ തന്നെ ഒരു ചെറിയ ഗണപതി വിഗ്രഹം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ഷേത്രത്തിനകത്ത് പോയി കഴിഞ്ഞാൽ ഈ മാർബിൾ കൊട്ടാരം പോലെ ആയിരുന്നു കേട്ടോ ക്ഷേത്രം. അപ്പോൾ ഓരോ കളർ മാറി മാറി വരുന്നതോട് ക്ഷേത്രത്തിൻ്റെ ഭംഗി ഇങ്ങനെ കൂടി വന്നിട്ടേ ഇരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അതിനടുത്ത് തന്നെ അവരൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയും ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആയതുകൊണ്ട് നല്ല നല്ല ഭംഗിയായിരുന്നു കാണാൻ തന്നെ. അടിപൊളി ലുക്കായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന മനസ്സിന് തന്നെ ഒരു സമാധാനമായിരുന്നു. അതിന് ശേഷം ഞാൻ ശ്രദ്ധിച്ചത് എന്തെന്നറിയും, നമ്മുടെ നാട്ടിലൊക്കെ പൂജ ടൈമിൽ ബെല്ലടിക്കുന്നതിലല്ലേ, ഇത് വന്നിട്ട് ഇലക്ട്രിക് ബെല്ലാണ് കേട്ടോ. അത് ടൈം ആകുമ്പോൾ സ്വിച്ച് ഇട്ടാൽ മതി. ഈസിയാണ്. ഇവിടുത്തെ പൂജാരിമാർക്ക് ഒന്നും അറിയണ്ട. പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, ഈ ചൂടത്തിരുന്ന് പൂജ ചെയ്യണില്ലേ അവർ, അതുകൊണ്ട് അവരെ സമ്മതിക്കണം കേട്ടോ. ഫുൾ തിരക്കായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഈ ആനയൊക്കെ എന്നിട്ട് അവർ അടിപൊളിയായിട്ട് ഒരുക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങാൻ ടൈമിലും നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം അവിടെ നിൽക്കാനൊന്നും പറ്റില്ല. ഇവിടെ ശങ്കുട് നല്ല കരച്ചിലായിരുന്നു. അവന് പൊതുവേ തന്നെ ഈ ആൾക്കൂട്ടത്തിലൊന്നും പോണത് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവന് വലിയ ഡിസ്റ്റർബൻസ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി നല്ല ചൂടായിരുന്നു. ഇവിടെ ഡാൻസിന് വേണ്ടി കുട്ടികളെല്ലാം നന്നായിട്ട് ഒരുങ്ങി നിൽക്കും. ഇതാണ് നമ്മുടെ ഗണേശൻ കേട്ടോ. നമ്മുടെ ഗണേശൻ അടിപൊളിയായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. നേരിട്ട് കാണുമ്പോൾ നമുക്ക് എന്തോ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. കണ്ണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഓരോ ഭക്തർ നിവേദിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ലഡു, ജിലേബി, അങ്ങനെ മോദകം ഇതിങ്ങനെ മാറി മാറി കൊണ്ട് കൊടുത്തിട്ടേ ഇരുന്നു. നമ്മൾ ഇതൊന്നും വാങ്ങിയില്ലായിരുന്നു. ലഡു, ജിലേബി ഇതൊക്കെ ഇവിടുത്തെ ബേക്കറിയിൽ നിന്ന് അവർ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് കൊണ്ടു കൊടുക്കുന്നത്. പ്രസാദത്തിന് വേണ്ടിയെന്ന് പറയുമ്പോൾ അവർ അത്രയും വൃത്തിയും ശുദ്ധിയോടെ വേണം ചെയ്ത് കൊണ്ടു കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ താഴെ തന്നെ, ഈ ഗണേശൻ്റെ താഴെ തന്നെ ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. അവരാണ് ഈ ലഡു ഒക്കെ പ്രസാദമായിട്ടുള്ള ലഡു തരുന്നത് കേട്ടോ. ഞാനും ആ തിക്കും തിരക്കിൻ്റെ ഇടയിൽ പോയി ഞാൻ ശകലം വാങ്ങിച്ചായിരുന്നു. ഇതാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഫുൾ പൂ കൊണ്ടുള്ള ഡെക്കറേഷൻ ആയിരുന്നു. ഫുൾ പൂവാണ്. ഈ ജമന്തി കൊണ്ട് നിറച്ച് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനും മോനും കൂടി ഫോട്ടോ എടുക്കാനെന്നും പറഞ്ഞ് നമ്മളെ പിടിച്ച് നിർത്തിയിട്ട് ഒരാൾ ചുറ്റും ഫുൾ വ്യൂ എടുത്തിട്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മളാരായി, നമ്മൾ നല്ല ശശിയായി കേട്ടോ. ഫുൾ വ്യൂ എടുത്തിട്ടിരുന്നത്. പക്ഷേ അത് അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതുകൊണ്ട് നമുക്കും ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടേ ഇരിക്കാൻ തോന്നും കേട്ടോ. ഇവിടെ ഗണേശ ചതുർത്ഥി എന്ന് പറഞ്ഞത് ഫെസ്റ്റിവലിൻ്റെ ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ആദ്യം ഗണേശ ചതുർത്ഥി ആഘോഷിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഗണേശ ചതുർത്ഥി കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ഓരോ ഫെസ്റ്റിവലായിട്ട് ഇങ്ങനെ മാറി മാറി വരുന്നത്. എല്ലാവരും നല്ല സെൽഫി എടുക്കുകയായിരുന്നു. ഞാൻ എല്ലാവരും പിടിച്ച് വരിവരിയാ നിർത്തി സെൽഫി എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ പോകണം എല്ലാം കൂടെ. പിന്നെ ഒരുപാട് സമയം നിന്നില്ല. നല്ല കരച്ചിലായതുകൊണ്ട് നമ്മൾ പിന്നെ തിരിച്ചിറങ്ങി കേട്ടോ. ഇറങ്ങി വരുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷനും ഒക്കെ കണ്ട് അങ്ങനെ വന്നായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഭാഗ്യത്തിന് ഇറങ്ങിയത് ഉടനെ തന്നെ ഒരു ടോട്ടോ കിട്ടിയായിരുന്നു കേട്ടോ. ഉത്സവ പറമ്പിൽ നിന്ന് ഐസ്ക്രീം കുടിക്കാതെ പറ്റില്ല. പിന്നെ ഒരു ഐസ്ക്രീം കുടിച്ച് നേരെ വീട്ടിലോട്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.